നമസ്കാരം. ഈശോയും കുഞ്ഞുങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കെന്നറിയാം ഒരു പുതിയ വർഷം നമ്മളെല്ലാവരും കാത്തിരുന്നതാണത്. അപ്പോൾ ഇതാ ആ പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുന്ന നമുക്ക് പുതുമേറിയ ഒരു 16 കുഞ്ഞുങ്ങളെ ഈശോ നൽകിയിട്ടുണ്ട്. അവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈശോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ, ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ വല്ല പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഓക്കെ, എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത്? നല്ല കുട്ടിയാവാൻ തീരുമാനം. ഇതുവരെ നല്ല കുട്ടിയല്ലായിരുന്നോ? അല്ലായിരുന്നു. നല്ല കുട്ടിയായിരുന്നു. കുറച്ചും കൂടി നന്നാവും വിചാരിച്ചു. പിന്നെ 2013 വർഷം മുതൽ ഡയറി എഴുതാൻ തുടങ്ങുന്നു. 2013 മുതൽ ഡയറി എഴുതാൻ തീരുമാനിച്ചെന്ന് പറയണേ. ശരി, പിന്നെ പഠിക്കാൻ തീരുമാനമെടുത്തു. ഇപ്പത്തെ നാൾ പഠിച്ചിട്ടുണ്ടായില്ലേ? പുതിയ വർഷത്തേക്ക് എത്തിനാലും പഠിക്കാൻ. പരീക്ഷയായില്ലേ? നന്നായി പഠിക്കും, കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ. ശരി, മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ നല്ല കുട്ടിയായി ജീവിക്കും. യെസ്, നല്ലൊരു തീരുമാനമാണ്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കും. പിന്നെ എന്നും കൊന്ത ചെല്ലുന്ന പറയണേ. അപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ വർഷത്തിൽ നിങ്ങൾ നല്ല തീരുമാനമെടുക്കണം. ഞാൻ സാധാരണ നമ്മളൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ തീരുമാനം എടുക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? തീരുമാനങ്ങൾ എടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് ഉറച്ചു നിൽക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പലരും തീരുമാനം എടുക്കും. ഈ വർഷം മുതൽ ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കി എഴുതും, ഈ വർഷം മുതൽ ഞാൻ നല്ലപോലെ പഠിക്കും, ഈ വർഷം മുതൽ ഞാൻ ചീത്ത കാര്യങ്ങൾ കാണില്ല, ചീത്ത കാര്യങ്ങൾ പറയില്ല, നമുക്ക് തീരുമാനമെടുക്കും. പക്ഷെ പലർക്കും അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാറില്ല. അത് എന്തുകൊണ്ടാണ്? ആ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? യെസ്, ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ സാന്നിധ്യം വേണം. പുതിയ വർഷമായെന്നുള്ള കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Do you want to be a new man? Yes or no? Yes. Then ഞാൻ ഒരു ചെറിയ പാട്ട് പഠിപ്പിക്കാം. അതിനു മുൻപ് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം അല്ലേ? ഓക്കെ, കണ്ണുകൾ അടയ്ക്കാം, കൈകൾ കുപ്പിപ്പിടിക്കാം. ഈ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഓരോ വർഷവും പിറക്കുമ്പോൾ ഒത്തിരി പേർ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ പല വ്യക്തികളും ഒരു പുതിയ വർഷത്തിൻ്റെ ആഘോഷത്തിലേക്ക് കടന്നുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് അവരെയൊക്കെ മനസ്സിലോർത്ത് ഒന്ന് പ്രാർത്ഥിക്കാം. ഈ വർഷം ഒത്തിരി സന്തോഷപ്രദമായ ദിനങ്ങളായി തീരുവാൻ നമ്മളെയും നമ്മുടെ കൂട്ടുകാരെയും അതുപോലെ നമ്മൾ പഠിക്കുന്ന വിദ്യാലയത്തെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകമോഹങ്ങളിൽ പെട്ടുപോകാതെ നന്മയുള്ള വിശുദ്ധിയാർന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ, ഈശോയിൽ ഒരു പുതിയ സൃഷ്ടിയാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. I'm a new man, I'm a new man, I'm a new man in Jesus Christ. Padike. I'm a new man, I'm a new man, I'm a new man in Jesus Christ. Seri paatale. Then next line. We are praising, we are praising, we are praising in Jesus Christ. We are praising, we are praising, we are praising in Jesus Christ. Then next line. We love you Jesus, we love you Jesus, we love you Jesus in Jesus Christ. We love you Jesus, we love you Jesus, we love you Jesus in Jesus Christ. Then action ഉണ്ട് ഇതിന്. I'm a new man, I'm a new man, I'm a new man in Jesus Christ. ചെയ്തോക്കെ. I'm a new man, I'm a new man, I'm a new man in Jesus Christ. ഇതെന്താ?
ക്രൈസ്റ്റ് അല്ലേ? യെസ്, സിംബോളിക്കായിട്ട് നമ്മൾ കാണിക്കുന്നു ക്രൈസ്റ്റ്. ദെൻ വി ആർ പ്രൈസിങ്, വി ആർ പ്രൈസിങ്, വി ആർ പ്രൈസിങ്, വി ആർ പ്രൈസിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. കാണിച്ചേ, വി ആർ പ്രൈസിങ്. We are praising in Jesus Christ. Then we are praising, we are praising, we are praising in Jesus Christ. Once again, We are praising, we are praising. we are praising in Jesus Christ. The next line, we love you Jesus എന്ന് പറയുമ്പോൾ കൂട്ടുകാരുടെ തോളിലൂടെ കൈയിലിടണം. We love you Jesus, we love you Jesus, we love you Jesus in Jesus Christ. Okay, പഠിക്കേ. We love you Jesus, we love you Jesus, we love you Jesus in Jesus Christ. Praise the Lord. Praise the Lord. One, two, three, four. Then clap. I'm a new man. I'm a new man. I'm a new man. I'm a new man in Jesus Christ. I'm a new man. I'm a new man. I'm a new man in Jesus Christ. We are praising, we are praising, we are praising, we are praising in Jesus Christ. We are praising, we are praising, we are praising in Jesus Christ. Clap your hand. We love you Jesus, we love you Jesus, we love you Jesus, we love you Jesus in Jesus Christ. We love you Jesus, we love you Jesus, we love you Jesus in Jesus. I'm a new man, I'm a new man, I'm a new man, I'm a new man in Jesus. We are praising, we are praising, we are praising, we are praising in Jesus. We love you Jesus, we love you Jesus, we love you Jesus, we love you Jesus in Jesus Christ. ഈശോയും കുഞ്ഞുങ്ങളും Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് ഈ പുതുവർഷത്തിൽ പുതുമയേറിയ ചില കാര്യങ്ങളൊക്കെ കുറച്ചറിയാം അല്ലേ? ഈശോയെക്കുറിച്ച് പുതുമയേറിയ 1-2 കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കൊരു സമ്മാനമൊക്കെ ഉണ്ട്, അത് പിന്നീട് പറയാം. ശരി, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ജോഷി ചേട്ടനെ വെൽക്കം ചെയ്യാം. ക്ലാപ്പ്, ഗോ. ഓക്കെ, ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, എന്തോ പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്ട്രോങ് ആയിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ. Hallelujah. ആദ്യമേ തന്നെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നേരുകയാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടൊക്കെ ആശംസകൾ നേർന്നോ? 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 ഇനി നേരണ്ടേ? അപ്പം ഇനി കാണുന്നവരെല്ലാം പുതുവർഷത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരണം കേട്ടോ. ഓക്കെ, ഈ പുതുവർഷത്തിൽ നിങ്ങളോട് ചേട്ടായി പറഞ്ഞു നിങ്ങൾ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ? ഉറപ്പാണോ? സാധാരണ കുട്ടികൾ തീരുമാനം എടുക്കും, പക്ഷേ നടപ്പിലാക്കില്ല അല്ലേ? 2 കഴിവ് നമുക്ക് എപ്പോഴും വേണം. 1 തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും, 2 നടപ്പിലാക്കാനുള്ള കഴിവും. എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക്? തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, നടപ്പിലാക്കാനുള്ള കഴിവ്. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ പറയും 5:30 ഞാൻ എഴുന്നേക്കും, പക്ഷെ എഴുന്നേക്കുമോ? തീരുമാനം എടുക്കും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേൽക്കുകയല്ല. അപ്പോൾ ഈ 2 കഴിവ് ഈ പുതുവർഷത്തിൽ നിന്ന് നേടിയെടുക്കണം. എന്താണ്? 1 തീരുമാനമെടുക്കാനുള്ള കഴിവ്, 2 നടപ്പിലാക്കാനുള്ള കഴിവ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇതാണ്. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ എണ്ണം കൂട്ടുക, തിന്മയുടെ എണ്ണം എന്ത് ചെയ്യണം? കുറയ്ക്കണം. നമ്മുടെ മുന്നിൽ നന്മയും തിന്മയും ഉണ്ട് അല്ലേ?
മനുഷ്യൻ 2 സ്വഭാവങ്ങളുണ്ടെന്നാണ് പറയുക, അല്ലെങ്കിൽ മനുഷ്യൻ 2 പ്രവണതയുണ്ട്. ഏതൊക്കെയായിരിക്കും അത്? ഒന്ന് നന്മ ചെയ്യാനുള്ള പ്രവണത, 2 തിന്മ ചെയ്യാനുള്ള പ്രവണത. അല്ലേ? നിങ്ങൾ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാറുണ്ടോ? വയ്ക്കാറുണ്ടോ? എല്ലാവരും ചെയ്യാറുണ്ടോ? നമ്മൾ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ചെടിയെല്ലാം നട്ടുപിടിപ്പിക്കും. പക്ഷെ ചെടി നട്ട് കഴിഞ്ഞാലും ആദ്യം വളരുന്നത് ചെടിയാണോ പുല്ലാണോ? ചെടിയാണോ പുല്ലാണോ? ചെടിയാണോ വളരുന്നത് ആദ്യമായിട്ട്? നിങ്ങൾ വിത്തെല്ലാം മുളപ്പിച്ചിട്ട് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെടിയാണോ അതോ പുല്ല് മുളയ്ക്കുമോ? പുല്ലല്ലേ? നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ചെടി വളരെ സാവകാശമേ വളരുകയുള്ളൂ. പുല്ലോ പെട്ടെന്ന് വളരും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും വളരുന്നത്. നന്മ നട്ടുപിടിപ്പിക്കണം, തിന്മയോ താനേ വളരും. അല്ലേ? പുല്ല് താനേ വളരും, നന്മയോ ചെടിയോ നട്ടുപിടിപ്പിക്കണം. അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവം നന്മകൾ അതുകൊണ്ടാണ് ചേട്ടായി നിങ്ങളോട് പറഞ്ഞത്, ഈ വർഷം നിങ്ങൾ തീരുമാനം എടുക്കണം. എന്താണ്? നന്മയെ അതിൻ്റെ എണ്ണം നിങ്ങൾ കൂട്ടുക, തിന്മയുടെ എണ്ണം കുറയ്ക്കുക. നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 17-ാം തിരുവചനം ഒന്ന് വായിക്കാവോ? ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കണ്ടോ? ജീവനും മരണവും. എന്താ അതിന്റെ അർത്ഥം? ജീവന്റെ ഉടയവൻ ആരാണ്? ആരാ? ജീവന്റെ ഉറവിടം എവിടെയാണ്? ദൈവം. അപ്പൊ മരണത്തിന്റെ ഉറവിടമോ? റോമ 6-ാം അധ്യായം 22-ാം തിരുവചനം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. കണ്ടോ? അപ്പൊ ജീവനും മരണവും, നന്മയും തിന്മയും നിങ്ങളുടെ മുൻപിലുണ്ട്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കും ജീവൻ നൽകാനാണ്. ഇതാ വേറൊരാൾ വരുന്നുണ്ട്. അയാൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? അയാൾ സാത്താൻ കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമായി വന്നിരിക്കുന്നു. ഒരേ സമയം 2 പേര് നമ്മൾ മുന്നോട്ട് കടന്നു വരികയാണ്. ആരൊക്കെയാണത്? ഒന്ന് ഈശോയും ഒന്ന് സാത്താനും. പീലാത്തോസ് ചോദിക്കുന്നുണ്ട് ഒരിക്കൽ. ഒരു വശത്ത് ഈശോ നിൽക്കുന്നു, മറുവശത്ത് ബറാബാസ് നിൽക്കുകയാണ്. എന്നിട്ട് എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് ഈശോയെ വേണോ നിങ്ങൾക്ക് ബറാബാസിനെ വേണോ? ജനം എന്താ പറഞ്ഞത്? ഈശോയെ വേണമെന്നാണ് പറഞ്ഞത്. ബറാബാസിന് വേണമെന്നാണ് പറഞ്ഞത്. ഈശോയെ വേണമെന്നാണ് പറഞ്ഞേ? അല്ല, അവർ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഈശോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആരെ മതി? ഞങ്ങൾക്ക് നന്മ വേണ്ട, ഞങ്ങൾക്ക് തിന്മ മതി. പക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞങ്ങൾക്ക് ഈശോയെ മതി എന്ന് പറയും. അല്ലേ? നമുക്ക് ഈശോയെ മതി, ഈശോയെ മാത്രം മതി നിങ്ങൾ പറയും. ഈശോ തന്നെ നമ്മോട് പറയുകയാണ്, ഇതാ നന്മയും തിന്മയും നിന്റെ മുന്നിലുണ്ട്, ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തോളാൻ പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നിങ്ങൾ തീരുമാനം എടുക്കണം, എൻ്റെ ജീവിതത്തിലെ നന്മയുടെ എണ്ണം ഞാൻ കൂട്ടും, തിന്മയുടെ എണ്ണം ഞാൻ കുറയ്ക്കും. നിങ്ങൾ വെറുതെ ചിന്തിച്ച് ചുമ്മാ ഒരു കണക്ക് നിങ്ങൾ കൂട്ടുക. ഒരു ദിവസം നിങ്ങൾ എത്ര നന്മ ചെയ്യും? ഏകദേശം എത്ര നന്മ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? 5 എണ്ണം 10 എണ്ണം? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? മുറ്റമടിക്കുമോ? പത്രം കഴുകില്ലേ? പഠിക്കില്ലേ? പ്രാർത്ഥിക്കുന്നില്ലേ? നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ? എന്തോരം നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. എങ്കിൽ നമുക്കൊരു കണക്ക് കൂട്ടിയാലോ. ഒരു ദിവസം നിങ്ങൾ 5 നന്മ ചെയ്യുന്നു. ഓക്കെ, കണക്കറിയാവോ? എങ്കിൽ ഒരു ദിവസം നിങ്ങൾ 5 നന്മ ചെയ്യുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾ എത്ര നന്മ ചെയ്യും? 10 × 5 50 നന്മ. അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം കൊണ്ട് എത്ര നന്മ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? 365 × 5 എത്ര നന്മയായി? ചില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൈ കൊണ്ട് ഇങ്ങനെ. അല്ലേ? 365 × 5 എത്രയാണ്? 1825 നന്മ ഒരു വർഷം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 10 വർഷം ജീവിച്ചാൽ എത്ര നന്മയായി? എത്രയായി? ചിലവർ ഇങ്ങനെ നോക്കണം, ആകാശത്തോട്ട് നോക്കണം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂട്ടുമ്പോൾ നിങ്ങൾ കൂട്ടിക്കേ, അല്ലേ? 18,250 നന്മകൾ. ആലോചിക്കേ, ശരിയല്ലേ? അല്ലേ? ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി കൂട്ടി നോക്കണം. 50 വർഷം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര നന്മയായി? കൂട്ടിയിട്ടുണ്ടോ? കൂട്ടി നോക്കണം കേട്ടോ. അങ്ങനെയെങ്കിൽ നന്മയുടെ ഭാഗത്ത് നിങ്ങൾ നന്മ ചെയ്യാതെ തിന്മയാണ് ചെയ്യുന്നതെങ്കിലോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മകളും നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം അറിയാവോ? നമ്മൾ ഇപ്പോൾ എൻ്റെ ഈ വശത്ത് സ്വർഗമാണെന്ന് കരുതുക. ഈ വശത്ത് പറയ്, ഉറക്കെ പറ. ഈ വശത്ത് എന്താണ്? ഈ വശത്ത് എന്താണ്?
നരകം. ഞാനൊരു നന്മ ചെയ്യുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് അടുക്കും. ഞാനൊരു തിന്മ ചെയ്യുമ്പോഴോ ഉറക്കെ പറ, നരകത്തിലേക്ക് അടുക്കും. നരകത്തിലേക്ക് അടുക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വർഗത്തിൽ നിന്നകന്ന് ഞാൻ എങ്ങോട്ട് പോവുകയാണ്? കണ്ടോ, എൻ്റെ ഓരോ നന്മയും എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഓരോ തിന്മയും എന്നെ നരകത്തിലോട്ട് അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ പുതുവർഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കണം? നന്മയുടെ എണ്ണം കൂട്ടണം, തിന്മയുടെ എണ്ണം കുറയ്ക്കണം. യോഹന്നാന്റെ 3-ാം ലേഖനം 11-ാം വാക്യത്തിൽ ഈശോ ഒരു തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവളെ ഒന്ന് വായിക്കാമോ? വാത്സല്യ ഭാചനമേ, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ്, തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. കണ്ടോ, നന്മ പ്രവർത്തിക്കുന്നവരെല്ലാവരും ആരാണ്? ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവത്തിന് സ്വന്തമായി തീരുവാൻ ഈ വർഷം നിങ്ങളുടെ നന്മകളുടെ എണ്ണം കൂട്ടണം, തിന്മയുടെ എണ്ണം കുറച്ച് ഇല്ലാതാക്കണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് നിങ്ങൾ ചേട്ടായി പറഞ്ഞു ഇവിടെ എന്തോ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ സമ്മാനമൊക്കെ ഉണ്ടെന്ന്. ആ സമ്മാനത്തിന് വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം. ഓക്കെ, ഈശോയും കുഞ്ഞുങ്ങളും പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പുതുവർഷത്തെ നിങ്ങൾക്ക് ഒരു പുതുമയേറിയ ഒരു കാഴ്ച കാണാനുണ്ടെന്ന് അല്ലേ? നിങ്ങളെല്ലാവരും 4-ാം ക്ലാസ്സും അതിന് താഴെയുള്ളവരാണ് അല്ലേ? അപ്പോൾ ഇതാ നിങ്ങളുടെ പ്രായത്തിലുള്ള കൊച്ചുമിടുക്കിമാർ നിങ്ങൾക്ക് വേണ്ടി പുതുമയേറിയ സമ്മാനം കൊണ്ടുവന്നത് ഞാൻ വെൽക്കം ചെയ്യുമാണ്. റെഡി? പ്ലീസ് വെൽക്കം മൈ ഡിയർ ചിൽഡ്രൻ. സുന്ദരികളായ 5 എന്താ പറയുക പാട്ടുകാരികൾ വന്നിരിക്കുകയാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്ക് ഇവരുടെ പാട്ട് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇവർ ഭംഗിയായിട്ടൊക്കെ പാടാന്ന് പറയുന്നു അല്ലേ? നമുക്ക് കേട്ട് നോക്കാം ഇവരെത്രമാത്രം നമ്മളെ പുതിയ വർഷത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും നോക്കാം. ഓക്കെ, ആര് റെഡി? Happy New Year, Happy New Year. ഒത്തുചേരാം നമ്മൾ കൊന്നായി പുതുവർഷം
the Lord. പാട്ട് ഇഷ്ടപ്പെട്ടോ? പാട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഒരു പാട്ട് കൂടി പഠിപ്പിക്കാം അല്ലേ? എന്തായാലും വന്നതല്ലേ അവര്. ഒരു പാട്ട് കൂടി പാടാം. ഈശോയും കുഞ്ഞുങ്ങളും
നല്ല രസമായിട്ട് പാടി തോന്നുന്നു അല്ലേ? അപ്പോൾ ഇവർക്ക് നമുക്കൊരു സൂപ്പർ സമ്മാനം കൊടുക്കണം. ആരാ സമ്മാനം കൊടുക്കുന്നത്? നിങ്ങളിൽ ഒരാൾ പറയണവരോട് ഒരു താങ്ക്സ് പറയണം. ഈ പുതുവർഷത്തിൽ ഇവിടെ പാടിയ 5 കൂട്ടുകാർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. യെസ്. ഈശോയും കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹോഷ്മളമായ ഹാപ്പി ന്യൂ ഇയർ. കൊച്ചു കൊച്ചു ഹൃദയങ്ങൾ യേശുവിൻ്റെതാകാൻ, കുഞ്ഞുങ്ങൾ തൻ ജീവിതങ്ങൾ നന്മ ചെയ്തു നീങ്ങാൻ, മനസ്സിലെ മധുരിക്കും യേശുവിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചിടുവാൻ